ആ പേടി അവിടെ തുടങ്ങിയെന്ന് അറിയാമോ? ചെറുപ്പം പോലെ ആലോചിച്ചൊക്കെ പോയി പെട്ടെന്ന് തുടങ്ങി. എനിക്കുണ്ടായിരുന്നു പണ്ട് മുതലേ ഒരു പ്രേതത്തിന്റെ റോള് ചെയ്യണം എന്നുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള റോൾസ് ചെയ്യണം എന്നുണ്ട്, അതിൻ്റെ കൂടെ പ്രേതത്തിന്റെ റോള് ചെയ്യണം എന്നുണ്ടായിരുന്നു. എൻ്റെതായിട്ടുള്ളൊരു മെന്റൽ അപ്രോച്ചും ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെതായിട്ടുള്ളൊരു തോട്ട്, ദൈവത്തിനെ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ചെകുത്താന്റെ റിയാക്ഷൻ എന്നൊക്കെ ഉള്ളതൊക്കെ. കേരള ആനകൾക്ക് കുറച്ചും കൂടി നമ്മുടെ പോലെ തന്നെ ഓർക്കാനുള്ള ശക്തി കൂടുതലാണ്. പക്ഷെ അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം. മെരുക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സെറ്റ് ആയിരിക്കും. ഒരു ദിവസം ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി ഡോറ് തുറന്ന്, നല്ല മഴയാണ്, അപ്പോൾ ചൂടായിട്ട് പുള്ളി പുറത്തേക്ക്. പിന്നീട് പുള്ളി നോക്കുമ്പോഴാണ് അതിനകത്ത് ശരിക്കും ഒരു എലി ഇരുന്നിട്ട് എലി കണ്ട ഭയങ്കര ക്യൂട്ടാണെങ്കിലും ഭയങ്കര അഗ്രസീവ് ബ്രീഡാ. കണ്ട ക്യൂട്ടാണെന്നോ? ഒരു സിംഹത്തിന്റെ പോലെ ഒരു സാധനം. നമസ്കാരം, വെൽക്കം ടു ഡാൻസ് സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും മലയാളത്തിൽ ഹൊറർ മൂവീസിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. വീണ്ടും ഒരു ഹൊറർ മൂവിയായിട്ട് നമ്മുടെ ഒരു ഉഗ്രൻ ടീം വന്നിട്ടുണ്ട്. സിനിമയുടെ ഒരു തയ്യൽ മിഷൻ. അപ്പോൾ ഈ പടത്തിന്റെ വിശേഷം പറയാൻ നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ സ്വന്തം കിച്ചു ബ്രോ ഉണ്ട്, നമ്മുടെ ഗായത്രി ഉണ്ട്, അതുപോലെ തന്നെ പടത്തിന്റെ ഡയറക്ടർ വിനയ് ചേട്ടൻ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വീണ്ടും ഒരു ഹൊറർ മൂവി എത്താണ്. ഒരുപാട് വ്യത്യസ്തതകളുണ്ട് സിനിമയ്ക്ക്, മേക്കിങ്ങിലായാലും. ആദ്യം വെച്ചിട്ട് ഈ ഹൊറർ മൂവിയിൽ ഒരു യക്ഷി എന്ന് പറയുമ്പോൾ ആദ്യം ഗായത്രിയുടെ ഫേസ് വരാൻ കാരണം എന്താ? ഇവിടെ ഡയറക്ടറോട് ഗായത്രിയുടെ ഫേസ് വരുന്നത് ശരിക്കും ഗായത്രി ലാസ്റ്റ് ടൈമിലാണ് നമ്മുടെ മൂവിയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 days മുന്നേ ഗായത്രി പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ അത് എൻ്റെ വൈഫാണ്, അതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് വൈഫിനാണ്. വൈഫ് തന്നെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറും. അപ്പോൾ വൈഫാണ് ഗായത്രിയുടെ ഫേസ്. ചിലപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഗായത്രിയുടെ ഫേസ് പുള്ളിക്കാരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി, ശരിയാണ്, അപ്പോൾ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ആ ടൈമിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഗായത്രി അവൈലബിൾ ആയി. അപ്പോൾ അത് നമ്മൾ ചോദിച്ചു, പുള്ളിക്കാർ ഓക്കെ പറഞ്ഞു, ഫിക്സ് ചെയ്തു. അടിപൊളി. ഏതാണ് സമയം എന്ന് പറയുന്നതാണ് വിളിച്ചപ്പോൾ തന്നെ കിട്ടുകയും ചെയ്തു. എന്തായിരുന്നു ആ കഥ കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എന്താ? എനിക്കുണ്ടായിരുന്നു പണ്ട് മുതലേ ഒരു പ്രേതത്തിന്റെ റോള് ചെയ്യണം എന്നുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള റോൾസ് ചെയ്യണം എന്നുണ്ട്, അതിൻ്റെ കൂടെ പ്രേതത്തിന്റെ റോള് ചെയ്യണം എന്നുണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞായിരുന്നു പ്രേതത്തിന്റെ റോൾ ചെയ്താൽ നല്ലതായിരിക്കും? പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് വന്നു, പിന്നെ എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നേരെ കിച്ചോടാ ഈ സ്റ്റോറിയിലേക്ക് ഇന്നെങ്ങനെ? ഇത് നമ്മുടെ ഇതിന്റെ റൈറ്ററായ രാകേഷ്, നമ്മുടെ ഫ്രണ്ടാണ്. പട്ടാപ്പകൽ എന്ന പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു പുള്ളി. രാകേഷാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ വിനയനും രാകേഷും കൂടി ഒരു ദിവസം ഒരു പടം ഷൂട്ട് എടുക്കണ്ടായി ട്രിവാൻഡ്രത്തിന്റെ കോളത്ത്. അതന്നെ, കോളത്ത്. അപ്പോൾ അവിടെ വന്ന് കഥ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഈ പറഞ്ഞ നമ്മൾ ചെയ്യാത്തൊരു സബ്ജക്റ്റാണുള്ളത്. അതെ, അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഇതിൽ എല്ലാവരും ഇപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഭയങ്കര എഫേർട്ടുകൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ ക്യാരക്ടർ, ഇപ്പോൾ ഇതിലൊരു സെൻട്രൽ ക്യാരക്ടർ ഒരു പ്രേതമാണെങ്കിൽ അതിൻ്റെ ഭയങ്കര എഫേർട്ടുകൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചെയ്തു വന്നേക്കുന്ന മൂവിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ പടത്തിൽ ആദ്യമായിട്ട് ചെയ്തതും ഇതുവരെ ചെയ്യാത്തതുമായിട്ടുള്ള എന്താ ഉള്ളത്? കുറെ അലർച്ചയുണ്ട്. അതാണ് ഞാൻ ഇതുവരെ ചെയ്യുക. ഭയങ്കരമായിട്ട് അലർന്ന പുതിയതാണ് എനിക്ക്, ഹോൾലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്താ ചോദ്യം എന്നാ പറഞ്ഞ? അത് അലർച്ച ഇതിന് വേറെ പടത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ഫസ്റ്റ് ആയിട്ട് ഈ പടത്തിൽ സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് കയ്യിൽ നിട്ടേക്കുന്ന ഒരു സാധനം അത് ലാസ്റ്റ് സീനില് എനിക്ക് തോന്നി, എനിക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനെ എതിരേൽക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അത് ആൾക്കാർക്ക് കിട്ടുമോന്ന് എനിക്കറിയില്ല. ഓക്കെ, നോക്കാം. എന്തായാലും ഡയറക്ടറൊക്കെ പിന്നെ കൂടെ അഭിനയിച്ചു, എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ലൈവ് റെക്കോർഡിംഗ് ആണോ അല്ലെങ്കിൽ മറ്റേ ഡബ് ചെയ്ത് സെപ്പറേറ്റ് ആണോ? ലൈവ് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഡബിങ് നമ്മൾ എന്തായാലും എടുത്തു വേറെ സെപ്പറേറ്റ്. വീണ്ടും അലർണ്ടി വന്നിട്ടുണ്ടോ? ഓ അടിപൊളി. ഇമോഷൻസ് എല്ലാം ഗായത്രി വീണ്ടും റീടേക്ക് ചെയ്തു മൊത്തം. ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് റിയൽ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടായ ഒരു സ്റ്റോറി ഇങ്ങനെ ആണോ? ഈ സ്റ്റോറി ശരിക്കും തയ്യൽ മിഷൻ റിയൽ സ്റ്റോറിയാണ്. റിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് റൈറ്റർ രാകേഷിന് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ് ഈ സ്റ്റോറി ശരിക്കും. അപ്പോൾ റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഈ ആശയം പങ്കുവയ്ക്കും. നേരത്തെ ഒരു 1 year മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ടൈമിൽ നമ്മൾ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. ആ ടൈമിൽ വലിയ കാര്യമാക്കി വിട്ടില്ല. പിന്നീട് ഈ സിനിമ വീണ്ടും
പുള്ളി ആരോടൊക്കെയോ സംസാരിച്ച് വർക്കൗട്ടായി ചെയ്യാന്നുള്ള സ്റ്റേജ് എത്തി, പിന്നെ മാറിപ്പോയി. അങ്ങനെ ഒരു ദിവസം ട്രിവാൻഡ്രത്ത് പുള്ളി വരുന്നു, എൻ്റെ ഫ്ലാറ്റിലിരുന്ന് ഞങ്ങൾ സംസാരിക്കാൻ ഡിസ്കഷൻ നടത്തിയതിൻ്റെ ഇടയിൽ ഞങ്ങളങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പടയെന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് ചെറിയ ബഡ്ജറ്റാണ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ പരിപാടിയാണ്. ഒരു 5 ദിവസം കൊണ്ട് പ്ലാനിങ് ആയി തുടങ്ങിയ പരിപാടിയാണ്. 5 ദിവസം കൊണ്ട് പ്ലാനിങ്? 5 ദിവസം കൊണ്ടാണ് ആ ഒരു 15ാമത്തെ ദിവസം ഷൂട്ട് തുടങ്ങി. 5 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ കിച്ചേട്ടനെ കിട്ടി, ഗായത്രിയെ കിട്ടി, അങ്ങനെ എല്ലാം വന്ന് 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. വിനയൻ ചേട്ടന്റെ സമയം, ബെസ്റ്റ് സമയം അല്ലേ? കറക്റ്റ് ആയിട്ട് ഈ റിയൽ ആയിട്ട് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് ആർക്കാ എവിടെയാ സംഭവിച്ചത്? അതിനെ കുറിച്ച് പറയാം. അത് ശരിക്കും പറയുന്നതിന്റെ ബുദ്ധിമുട്ടില്ല. ഇത് ശരിക്കും രാകേഷ് ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു മഴയുള്ളൊരു ദിവസം രാകേഷ് ഈ പറഞ്ഞ പോലെ റൈറ്റർ അദ്ദേഹം ഒരു ദിവസം ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി ഡോറ് തുറന്ന്, നല്ല മഴയാണ്, അപ്പോൾ ചൂടായിട്ട് പുള്ളി പുറത്തേക്ക് അകത്തുനിന്ന് പുറത്തിറങ്ങി എന്തോ തിരിച്ചു കയറുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടോണ്ടിരിക്കുക, മെഷീൻ കറങ്ങുന്ന ശബ്ദം. ആ വീട്ടിലപ്പോൾ ഒരു മെഷീനുണ്ട്, അമ്മൂമ്മ കിടന്നുറങ്ങുന്നുണ്ട്, മെഷീൻ ഭയങ്കരമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി കയറി, പുള്ളിക്ക് പേടിയായി, പുള്ളി ഒന്ന് ലൈറ്റ് ഇട്ട് നോക്കുന്നു. ഏറ്റവും മെഷീൻ ആദ്യം കാണുന്നില്ല, മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പുള്ളി നോക്കുമ്പോഴാണ് അതിനകത്ത് ശരിക്കും ഒരു എലി ഇരുന്നിട്ട് എലി ആ എലി ഇങ്ങനെ ചരടി ചവിട്ടുമ്പോൾ ഈ സംഭവം കറങ്ങി 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 പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മെഷീൻ്റെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്നും പുള്ളിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു കണ്ടന്റ് അതങ്ങനെ പ്ലാൻ ചെയ്ത് അതല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പ്രേതം ഉണ്ടെന്നാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എലിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എലി എനിക്ക് പണ്ട് മുതൽ ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. അപ്പൊ ഇത് പുള്ളി പറഞ്ഞപ്പോ എനിക്കും കുറച്ച് കണക്റ്റഡ് ആയി അതുമായിട്ട്. അപ്പൊ ഈ കണ്ടന്റ് ഉണ്ടാവുന്നത് ശരിക്കും അതിൽ നിന്നാണ്. പിന്നെ ബാക്കി നമുക്ക് സ്റ്റോറിയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ബാക്കി നമുക്ക് തീർന്നു കാണാം. എന്നാലും ഇങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. സത്യത്തിലെ കഥ പറഞ്ഞപ്പോ ഹൈദരയുടെ ഫേസ് മാറി തുടങ്ങി. ശരിക്കും പ്രേതം എന്ന സങ്കല്പത്തിന് പേടിയുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഞാൻ വീണ്ടും പറയട്ടെ. അയ്യോ പറഞ്ഞോ. ഞാൻ ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് കുട്ടിക്കാനത്തോ മൂന്നാറോ എവിടെയായിരുന്നു. അപ്പൊ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു സെൻസേഷൻ ഉണ്ടായിട്ടുണ്ട്, ആരോ കഴുത്തിൽ പിടിക്കണ പോലെ ഉള്ളൊരു സെൻസേഷൻ. അത് ഉള്ളതാണോ, എനിക്ക് തോന്നിയതാണോ, ആ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു, അതായത് എനിക്ക് എണീക്കാൻ പറ്റാത്ത പോലെ ഒരു സ്ട്രഗിൾ പിടിക്കണ പോലെ തോന്നിയിട്ടുണ്ട്. ആരാ കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു റൂമിൽ? പ്രൊഡ്യൂസറുടെ വൈഫ് ഉണ്ടായിരുന്നു. സത്യം ഞാൻ ചോദിച്ചു, ഫാൻസാരാണോ? ഇനി ഫാൻസാരൊക്കെ ആണോ? അങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോ സ്ലീപ്പ് പാരലിസിസും ആവാം. അതിന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്, അതായത് നമുക്ക് ഇങ്ങനെ എണീക്കാൻ പറ്റാത്തൊരു അതാണോന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ചെറുപ്പത്തിലെ മറ്റേ സാറിന് എല്ലാവർക്കും ഉണ്ടാവുന്ന ആ പേടിയൊക്കെ ഉണ്ട്, ഇരട്ടത്തേക്ക് നോക്കുമ്പോ പേടി, ആരോ പുറകിലോ എന്നോ പോലെ കറണ്ട് പോകുമ്പോ ചെറുപ്പം മുതലേ പേടിയുണ്ട്. ഉണ്ട്, നേരത്തെ മുതൽ. ആ പേടി അവിടെ നിന്ന് തുടങ്ങിയെന്ന് അറിയാമോ? ചെറുപ്പം മുതലേ ആലോചിച്ചൊക്കെ പോയി പെട്ടെന്ന് തുടങ്ങി. ഇത് ആരെങ്കിലും പറഞ്ഞു, നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്തോട്ട് ആ പേടിപ്പിക്കൽ തുടങ്ങുന്നത് ഇപ്പൊ വരും വേഗം കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ട്രോമയാണോ കിട്ടിയേക്കുന്നത്? അല്ല, എനിക്ക് പ്രേത സിനിമ കണ്ടിട്ട് തന്നെ പേടിയായതാ. അങ്ങനെ വന്നതല്ലേ? ഏറ്റവും കൂടുതൽ പേടിച്ചേക്കുന്ന സിനിമ ഏതാ? ആകാശഗംഗയൊക്കെ എനിക്ക് നല്ല പേടിയിട്ട് ഫൈനലി ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാനും പറ്റി. ഓക്കെ, കിച്ചു പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും പ്രേതത്തിന് പേടിയുണ്ടോ? എന്തിനാ പേടിയല്ലേ റിയൽ ലൈഫില്? നീന്താൻ അറിയില്ല? എപ്പോഴെങ്കിലും വെള്ളത്തില്? വീട് പുഴയുടെ തീരത്തുള്ള ആലുവ പുഴയുടെ തീരത്ത് അവിടെയുള്ള വീട്, പക്ഷെ നീന്താൻ പേടിയാ. സാറിന് ആലുവപ്പുഴയുടെ അടുത്തുള്ള ആൾക്കാർ പറയാം അഹങ്കാരത്തോട് പറഞ്ഞൊരു കാര്യം. ഞാൻ ആരോടും പറയാറുള്ളത് നമ്മുടെ വെച്ച് പോലെ. എനിക്ക് പണിയും കിട്ടിയല്ലോ നമ്മുടെ പടം ഷൂട്ട് നടക്കുമ്പോ. അജയുടെ ക്ലൈമാക്സിൽ ഇങ്ങനെ ചാടുന്ന സീനാണല്ലോ വെള്ളത്തിലേക്ക് ഞാനും കൂടി. അപ്പൊ എഴുതിയൊക്കെ വെച്ചപ്പോ ഞാൻ അത് വിട്ടുപോയി അഭിനയിക്കേണ്ട കേസ്. ചാടി നേരെ താഴ്ത്തേക്ക് പോയി. അപ്പൊ ഇത്രയും താഴ്ച ഉണ്ട്, താഴ്ത്തേക്ക് പോയിട്ട് അപ്പൊ തന്നെ പൊന്തി വന്നു. ആക്ഷനിൽ ഞാൻ നീന്തും, പിന്നെ താഴ്ന്നു, ആരിലൊക്കെ പിടിച്ച് പൊക്കും. അങ്ങനെ ഷൂട്ട് ചെയ്ത് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കണം. നീന്താനും ഡ്രൈവിംഗും ആണ് നമ്മൾ എപ്പോഴും അല്ലേ പഠിച്ചിരിക്കേണ്ട കാര്യം. ബാക്കി നിങ്ങൾക്കൊക്കെ നീന്താൻ അറിയോ? അറിയില്ല. ഓക്കെ ഓക്കെ, അറിയാം. എന്താ അറിയായിരിക്കും പറഞ്ഞത്? ഇവരുടെ വീട് എന്റെ വീട് ശരിക്കും മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യം, കുട്ടമ്പുഴ. ഇപ്പൊ നമ്മള് സെറ്റിലായി കോതമംഗലത്ത് ട്രിവാൻഡ്രത്ത് സെറ്റിൽഡാണ്, ഫാമിലി ആയിട്ട് അവിടെയാണ്. പക്ഷെ അവിടെ കുട്ടമ്പുഴ നമ്മുടെ പുഴയുള്ള സ്ഥലമാണല്ലോ. അവിടെയൊക്കെ നേരത്തെ പോലെ ഈ പറഞ്ഞ പോലെ കളിച്ച് ചിരിച്ചാണ് സമയത്തൊക്കെ പുഴ ചാടിയൊക്കെ കടന്ന് അങ്ങനെ നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്നും നോക്കാനില്ല, എല്ലാത്തിനും പടം എഴുതാൻ റെഡിയാണ്. ഇതിലൊരു കാര്യം കേട്ടോ, നമ്മൾ സിനിമയെ കുറിച്ച് ഇങ്ങനെ ക്രൂവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ
എല്ലാവരും ഓരോരുത്തർക്കും നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ എഫേർട്ട് എടുക്കുന്നു. കിച്ചോറിനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് പോലും കറക്റ്റ് അല്ലാത്ത സമയത്ത് അടുത്തിരിക്കണതിൻ്റെ ഊരി ഏറെ ഇട്ടിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഉറങ്ങാതെ നിന്ന ദിവസങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ ഉറക്ക ലൈഫിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആവശ്യത്തിനൊക്കെ ഉറക്കമൊക്കെ. ഉറക്കം ഇഷ്ടപ്പെടുന്ന ആളാണോ? അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് രാത്രി മാത്രമേ ഉറങ്ങാൻ ഇഷ്ടമുള്ളൂ. രാത്രി മാത്രം? രാവിലെ ഉച്ചയ്ക്ക് ഗ്യാപ്പ് കിട്ടിയാലും ഉറങ്ങൂല. ഓക്കെ, കുറെ പേരുണ്ട് ഗ്യാപ്പ് ഇട്ടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 5 മിനിറ്റ് അപ്പം ഉറങ്ങിക്കളയും. നിന്ന് നിപ്പിൽ ചാരിയൊക്കെ ഉറങ്ങും. ചിലർ പറയും ഇത് ഭാഗ്യമാണ്, ചിലർക്കൊന്നും ഉറക്കം കിട്ടാറില്ല. അപ്പൊ അതേപോലെ ഉറക്കം നിന്നിട്ടൊക്കെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്രൂവിനോടൊരു ഇഷ്ടം തോന്നിയിട്ടാണ്. പിന്നെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോകും. ഈ ക്രൂവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര സഹകരണം എല്ലാവരും. ഇപ്പൊ വിനയൻ ഡയറക്റ്റ് ചെയ്യണ്ടെങ്കിലും ഇപ്പൊ നേരത്തെ പോലെ പ്രൊഡ്യൂസർ വിനയന്റെ വൈഫ് ഒരു ക്യാരക്ടർ പുള്ളി അനിയൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ബാക്കി ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ നിൽക്കുന്നതും. ഇവരുടെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും ഉണ്ട് സെറ്റിൽ. ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ ഈ പടം ചെയ്തേക്കുന്നത്. അതും നമുക്ക് അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടത് തിരിച്ചവർക്ക് ചെയ്യുമ്പോ അതെ, അത്രയും ആത്മാർത്ഥമായിട്ട് എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അത് തന്നെ നമുക്ക് ഈ ക്യാരക്ടർ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ കുറച്ച് ഒബ്സർവേഷൻ നടത്തൂലേ? പ്രയ സിനിമകളോ അങ്ങനെ എന്തെങ്കിലും ഒബ്സർവേഷൻ നടത്തിയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടതാണോ? എന്റേതായിട്ടുള്ളൊരു മെന്റൽ അപ്രോച്ചും ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. എന്റേതായിട്ടുള്ളൊരു തോട്ട്, അതായത് ദൈവത്തിനെ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും ചെകുത്താന്റെ റിയാക്ഷൻ എന്നൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മണിച്ചിത്രത്താഴ് അതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കണ്ടല്ലോ. ഇത്രയും പടങ്ങൾ നമ്മുടെ ആ ഒരു പ്രത്യേകിച്ച് ഈ ഹൊറർ മൂവീസ് കണ്ടാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പേടി ഒരിക്കലും ആ മൊമെന്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകൂല. ഇപ്പോഴും പലരോടും ചോദിച്ചാൽ പറയും മണിച്ചിത്രത്താഴ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ താന്നിരുന്നിട്ടുണ്ട്. ചില സിനിമകൾക്കൊന്നും ചിലപ്പോൾ അത് കിട്ടില്ല അങ്ങനത്തെ മൊമെന്റ്. ഈ ഹൊറർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ നമ്മുടെ നാളെ തൊട്ട് തയ്യൽ മെഷീനെ കുറിച്ച് ആൾക്കാരങ്ങനെ പറയട്ടെ, അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ. ഇപ്പൊ രണ്ടാമത്തെ സിനിമയാണ്. ഒരു ബിഗിനർ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഡയറക്ഷൻ സൈഡിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് കഴിവുള്ളവരുണ്ട്. അവരുകൂടി അറിയാൻ പറയുന്നതാ, ഒരു ഡയറക്ടർ, ഒരു ബിഗിനർ ഒരു സിനിമ തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുകളുണ്ടോ? തീർച്ചയായിട്ടും ഒരു ബിഗിനർ എന്ന രീതിയിൽ നോക്കുമ്പോൾ സിനിമ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് എഫേർട്ട് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബേസിക്കലി സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടാണ്. ഞാൻ 2008 ഫസ്റ്റ് സീനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയ്ക്ക് അസിസ്റ്റൻറ്റ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടാണ് മലയാളം ഇൻഡസ്ട്രിയിൽ വരുന്നത്. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ചെയ്തു. അങ്ങനെ യൂണിയനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയൊക്കെ ചെയ്തു. പിന്നെ ഈ പിന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ക്യാമറ, എനിക്ക് ടെക്നിക്കൽ സൈഡ് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്കൽ സൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്ഷനിലോട്ട് കുറച്ചുകൂടി, ഞാൻ പക്ഷേ അസോസിയേറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഫസ്റ്റ് പടമാണെങ്കിലും ഡയറക്ഷൻ ആദ്യമായിട്ട് ആരും അങ്ങനെ ഗൈഡൻസ് ഇല്ലാതെ വന്നയാളാണ്. രണ്ടാമത്തെ പടം വന്നപ്പോഴും എനിക്ക് ആ ഫസ്റ്റ് സിനിമയിൽ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ അവരെത്രത്തോളം കോപ്പറേറ്റ് ചെയ്താലും നമുക്ക് ഈ അസോസിയേറ്റ് വെച്ചിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ആ സിനിമ നമ്മുടെ ഒരു വിഷനിലേക്ക് എത്തിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഞാനും വൈഫും കൂടി പ്ലാൻ ചെയ്യുന്നു, നമുക്കിനി എന്നാണോ നമ്മുടെ കയ്യിൽ ഫണ്ട് വരുന്നത് ആ സമയത്ത് ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇത് ഈ ടൈമിൽ എത്തുമെന്ന് ഒരു പ്രതീക്ഷയുള്ള സിനിമ ആയിരുന്നില്ല. അങ്ങനെ എത്തി എന്തൊക്കെയോ. പിന്നെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് 1 year ആയി. പക്ഷെ 1 year ആയെങ്കിലും ഞങ്ങൾ ഇതിനെല്ലാത്തിനും ടൈമുണ്ടല്ലോ, ആ ടൈമിലേ ഇത് സംഭവിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് സമയമുണ്ടല്ലോ, സമയമുണ്ട്. 1 year കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു 1 year 2 month കഴിഞ്ഞിട്ടും ഈ നമ്മുടെ കൂടെ ആർട്ടിസ്റ്റുകൾ ഈ സമയത്ത് ഞാൻ പ്രൊമോഷൻ സൈഡ് വിളിച്ചപ്പോഴൊക്കെ സഹകരിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് ഒരു ഡയറക്ടർ എന്ന രീതിയിലും പ്രൊഡക്ഷൻ എന്ന രീതിയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. കാരണം പലരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. അപ്പൊ അതൊക്കെ ഇവര് നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. തീർച്ചയായിട്ടും ഈ പടത്തിൽ തന്നെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ശ്രുതിയുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലാത്തൊരു ഇതാണ്. ഞാൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കോൾ ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ ഇങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്, പക്ഷേ റെസ്പോൺസ് ഇല്ല. അത് ചിലപ്പോൾ നമ്മുടെ ഒരു പടം ചെറിയൊരു പടമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും അവർ. പക്ഷെ എന്തായാലും നമുക്ക് നമ്മുടെ പടം എന്ന് പറഞ്ഞാൽ തൻകുഞ്ഞു പൊൻകുഞ്ഞു. അതാണ് ഒരു ദിവസം ഇതെല്ലാം തട്ടിമാറ്റി നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തും. അതെല്ലാവരും നമ്മുടെ പുറകെ വരട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഇവരെ പോലെ തന്നെ ജുവൽ മരിയ കുഞ്ഞ് 2 കിഡ്സ് 2 പേര് ചെയ്തിട്ടുണ്ട്. പളുങ്ക് എന്ന് പറഞ്ഞൊരു കുട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേമ എൻ്റെ ചേട്ടനാണ്, പുള്ളി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്ത് എഫേർട്ട്. പിന്നെ ഈ കാണുന്ന ഫേസ് ഇത് കൂടാതെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട്. ഫെമിലിയർ ഫേസസ്, രാജീവ്, അങ്ങനെ ഒരുപാട് നല്ല ഫെമിലിയർ ഫേസസ് വേറെയുണ്ട്. പക്ഷേ ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ശ്രുതി അതിനകത്ത് മെയിൻ ക്യാരക്ടറാണ്. ശ്രുതിക്കും ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് മാത്രമല്ലല്ലോ, ഇത് എല്ലാവരുടെയും കൂടി
കൂട്ടായ്മയിലാണല്ലോ ഒരു സിനിമ ഉണ്ടാവുക. തീർച്ചയായും. അപ്പോൾ അത് സഹകരിക്കാത്തവരുണ്ട്, സഹകരിക്കുക, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഈ പ്രൊഡക്റ്റ് പുറത്തേക്ക് കാണിക്കുക, പ്രേക്ഷകരുടെ അടുത്തേക്ക് കാണിക്കുക, എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമ്മളത് പെട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ടൈമായി നമ്മൾ ഇറക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കട്ടയ്ക്കാണ് കൂടേണ്ടത്. ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ 1 വർഷം കഴിഞ്ഞിട്ട് ആ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ബിഗിനറെ കൊടുക്കുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണത്. ഇതൊക്കെ പുറത്തിറങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചിലപ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അത്. എന്തായാലും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, വലിയ കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സിനിമയുടെ വിശേഷങ്ങളോടൊപ്പം ഞാൻ കുറച്ച് ചെറിയ 1-2 കാര്യങ്ങൾ ചോദിക്കാം. കിജോടാ, എനിക്ക് എടുത്തു പറഞ്ഞ വലിയൊരു ആനപ്രേമിയല്ലേ നിങ്ങൾ? ശരിക്കും ഒരു ആനനെ ലീസിനെടുത്തൊരു സ്റ്റോറിയില്ലേ, അത് എത്ര നാളുണ്ടായിരുന്നു ലീസ? ആ ആന കൂടെ എത്ര നാളുണ്ടായിരുന്നു? 2 കൊല്ലം ഉണ്ടായി. 2 കൊല്ലത്തോളം ഉണ്ടായി. അതിനെ കൂടെ നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പാപ്പന്മാരെ വെച്ചു കൊടുക്കുകയാണോ? കൂടെ നിന്നിട്ടുണ്ട്, പാപ്പന്മാരെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കാൻ പറ്റണ്ടേ ഈ സിനിമ വന്നേ പിന്നെ. നമുക്ക് ഇതിന്റെ പുറകെ തന്നെ നിൽക്കണം നമ്മള്. ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു പരിപാടിയല്ല, അത് ജീവിയല്ലേ, കളിപ്പാട്ടമല്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഗ്യാപ്പ് എടുത്തേക്കണം. ഞാൻ തിരിച്ചു വരും ആനയായിട്ട്, എല്ലാവരും ഓർത്ത് വെച്ചോ. ഈ ആനയായിട്ട് നമ്മൾ ഇടപെടുമ്പേ ആനയ്ക്ക് നമുക്ക് ആനയായിട്ടൊരു കണക്ഷൻ വരും. ആ ഒരു വലിയൊരു കണക്ഷൻ തന്നെയാണ് അത്. ചിലപ്പോൾ പുറമേ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഇപ്പോൾ കൂടെയുള്ള ആനകൾ അവസാനം നമ്മൾ പറ്റാണ്ടായിട്ട് വിട്ടു പോകുന്നൊരു സമയമില്ലേ, അത് ശരിക്കും നമ്മുടെ കൂടെയുള്ളൊരു കൂടപ്പുറപ്പ് പോകുന്ന ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ പട്ടിയുടെ കേസ്, നമ്മുടെ കൂടെയുള്ള ഒരു പട്ടി മരിക്കുമ്പോൾ ഭയങ്കര വിഷമമല്ലേ നമുക്ക്. അതുപോലെ തന്നെ ആനയും വലിയ ജീവിയാണെങ്കിലും മനസ്സ് ചെറുതല്ലേ ഇതിൻ്റെയൊക്കെ. അത്ര സ്നേഹിച്ചല്ലേ കൊണ്ടു നടക്കണം നമ്മൾ. അതിന് നമ്മൾ വഴക്ക് പറയുമ്പോഴൊക്കെ അത് വിഷമം, എല്ലാ ഫീലിങ്സും ഉണ്ട് എനിക്ക്. ഉണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. കുറച്ചും കൂടി വിവേക ബുദ്ധി ഉള്ളത് എനിക്കാന്ന് തോന്നുന്നുണ്ട് മനുഷ്യന്മാരെക്കാട്ടും കൂടുതൽ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ പട്ടിക്കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനായിട്ടൊരു അടുത്ത് നിൽക്കുന്നതും ഒരു യജമാനോട് സ്നേഹം കാണിക്കുന്നതും പട്ടിക്കുട്ടിയാന്ന് പറയും. എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുത്തൊരു ആളെ മറക്കാത്തതെന്ന് പറയും. അതേപോലെ ആനയ്ക്കും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ചില ആനകൾ കേട്ടോ, ഇപ്പൊ നമ്മളിവിടെ പല പല ആനകളാണ്. ബീഹാർ ആനയുണ്ട്, കേരള ആനയുണ്ട്, ആസാം ആനകളുണ്ട്. കേരള ആനകൾ കുറച്ചും കൂടി നമ്മുടെ പോലെ തന്നെ ഓർക്കാനുള്ള ശക്തി കൂടുതലാണ്. പക്ഷെ അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം. മെരുക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സെറ്റ് ആയിരിക്കും. ബീഹാർ ആന പിന്നെ അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവർക്കും ആന വഴങ്ങും. അതേപോലെ ആന ചെയ്യുകയും ചെയ്യും ആൾക്കാരെ. നല്ല ഓർമ്മയുണ്ടാവും അല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അരിക്കൊമ്പനെ പോലത്തെ ആനേനെ കൊടുന്ന് നമ്മൾ നാട് കടത്തിയെങ്കിലും അതിനൊക്കെ വരും, ഉറപ്പായിട്ട് വരും. ആ മെമ്മറി അതിനിപ്പോഴും ഉണ്ട്. പിന്നെ ആനയ്ക്ക് ഇത്രയും കിലോമീറ്റർ നടക്കുന്ന ജീവിയല്ലേ അത്. ഒരു ദിവസം എനിക്ക് 40-45-50 കിലോമീറ്റർ ഒരു ദിവസം നടക്കും. അപ്പൊ ഇങ്ങനെ നടക്കണ ആന എത്ര ദിവസം കൊണ്ട് തിരിച്ചെത്തൂല ഇവിടെ? അതെ, വരട്ടെ എല്ലാവരും മാറൂടാ. അതല്ലേ, നോക്കാം, വെയിറ്റ് ചെയ്തിരിക്കാം. അതേപോലെ തന്നെ ഒരു പെറ്റ്സ്, അത് ശരിക്കും അത് ഏതാ ബ്രീഡ്? ചൗ. അത് എവിടെയാ ശരിക്കും അതിന്റെ ചൈനീസ് ആണല്ലേ? പക്ഷെ ഞങ്ങള് കൊണ്ടുവന്നത് ഹരിയാനയിലാണ്. ഡ്യൂപ്പായിരുന്നു? അല്ല. ഓക്കെ, ഹരിയാന. ചെറുപ്പത്തിലെ ഒരു 2 മാസമുള്ളപ്പോ. അത് ഭയങ്കര വലുതാണെങ്കിലും പാവം ഒന്നുമല്ലേ? അല്ലല്ല, കണ്ട ഭയങ്കര ക്യൂട്ടാണെങ്കിലും ഭയങ്കര അഗ്രസീവ് ബ്രീഡാ. ആണോ? അഗ്രസീവ് ബ്രീഡാ ചൗ. 100 ഡോഗ്സ് ആയിരുന്നു. കണ്ട ക്യൂട്ടാണെന്നോ? ഒരു സിംഹത്തിന്റെ പോലെ സാധനം ക്യൂട്ട് അല്ല, എനിക്കിനെ പിടിക്കുമ്പോ പക്ഷെ 100 ഡോഗ്സ് ആയിരുന്നു എന്നാ പറയണേ. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും എല്ലാ കൂട്ടിയും നല്ല വിശേഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് വളരെ കുറച്ച് നേരമുള്ളൂ. അപ്പൊ സിനിമയുടെ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കാനുള്ളത്. ഇനിയിപ്പോൾ റിലീസിന് എത്തുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പേര്, ഇപ്പം നമ്മൾ എപ്പോഴും ഒരു സിനിമ പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടറും പിന്നെ അതിൽ അഭിനയിച്ചവരും അല്ലാതെ അതിൻ്റെ പുറകിൽ കുറച്ച് പേരുണ്ട്. അവരെക്കുറിച്ച് പലരും ചർച്ച ചെയ്യാറില്ല. അത് നമ്മൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാർ തൊട്ട് അല്ലെങ്കിൽ നമ്മൾ യാത്ര വീട്ടിലേക്ക് ആക്കി തരുന്ന ഡ്രൈവർ തൊട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിൻ്റെ ഈ ചിത്രത്തിൽ ആർട്ട് ചെയ്തിരിക്കുന്ന മഹേഷ് ശ്രീധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ്. എനിക്ക് ഇതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമ ചെയ്യുന്നതിന് നമുക്ക് കോപ്പറേറ്റ് കുറേ നമ്മളെ ചീഫ് ആയിട്ടുള്ള കുറേ ടെക്നീഷ്യന്മാർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അവരിപ്പോൾ ഇതിനകത്ത് മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി വലിയ വലിയ പടങ്ങളായിരുന്നു നമ്മുടെ ഈ പടത്തിൽ. പക്ഷേ അദ്ദേഹം വന്നില്ല എന്നുള്ളതല്ല, നമുക്ക് ആ പറഞ്ഞപ്പോൾ തന്നെ ആ ലേബിൾ വെച്ച് നമുക്ക് അവരുടെ ആളുകളെ വിട്ട് തന്ന് ചെയ്യുകയും രഞ്ജിത്തേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആർട്ട് ഡയറക്ടർ, ഇവരൊക്കെ പഴയ ആളുകളാണെങ്കിലും
നമ്മളൊരു ബിഗിനർ എന്ന രീതിയിൽ നമ്മൾ ഇവരൊക്കെ വെച്ചൊരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാത്തിനും അവരൊക്കെ പിന്നെ ഇതിൻ്റെ ചിത്രത്തിൻ്റെ ഷാഫി കൊറോത്ത് ക്യാമറമാൻ, നമ്മളൊരു 20 ദിവസം പ്ലാൻ ചെയ്ത സാധനം 17 ദിവസം കൊണ്ട് അത് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് നല്ല എഫേർട്ട് എടുത്തു. പിന്നെ ഇതിൻ്റെ രാകേഷ് റൈറ്റർ മാത്രമല്ല, ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ കൂടെ. പിന്നെ ഇതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് രതീഷ്, പട്ടിമറ്റത്തുള്ള രതീഷ്, അദ്ദേഹം കോ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ സെറ്റിലെ ഈ എല്ലാവരോടും എല്ലാ കാര്യങ്ങൾക്കും കൂടുതലായിട്ട് സമ്മറിംഗ് ബദ്ലേമിലെ മോനായില്ലേ, അതേപോലെയാണ് എല്ലാത്തിനും പട്ടിമറ്റം മതി. അപ്പൊ പുള്ളി ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇത് മ്യൂസിക് ഡയറക്ടർ ദീപക് നമുക്ക് ഒരു സോങ് പറഞ്ഞു കൊടുത്ത് 3 സോങ് ചെയ്തു തന്നു. അങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഈ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ നെഗറ്റീവ്. പിന്നെ നമ്മുടെ ഇതിനകത്ത് പ്രൊഡക്ഷൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ്റെ ഒരു അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മൾ ഇതിനകത്ത് മരണപ്പെട്ടു പോയി. നമ്മുടെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരാൾ, പുള്ളിക്ക് വേറൊരു അസുഖം വന്ന്. അപ്പോൾ അതെല്ലാം നമ്മൾ, കാരണം നമുക്ക് ഒരു 17 ദിവസം ഇങ്ങനെ ഫുഡ് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ, അപ്പോൾ നമുക്കതും ഒരു ഷോക്കായിരുന്നു. അപ്പം ഇതിൻ്റെ പിന്നാമ്പുറത്ത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ, നമ്മുടെ കൺട്രോളർ വെഞ്ഞാറമൂട് ഹരിച്ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മളെ, കാരണം ഒരു കൺട്രോളർ എന്ന രീതിയിൽ നമ്മളെ നമുക്ക് എവിടെയൊക്കെ ലാഭം കണ്ടെത്താൻ പറ്റുമോ അത്തരത്തിൽ സഹകരിച്ച ഹരിച്ചേട്ടൻ. ഓക്കെ, അപ്പൊ ഒരു വലിയൊരു ടീം തന്നെ നമ്മുടെ പുറകിലുണ്ട്. ടീമെല്ലാം നല്ല ടീമാണ്. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോ പലരുടെയും പേരുകൾ വിട്ടു, പക്ഷെ അങ്ങനെ പറയല്ല, മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. ശരി ക്രൂ മെമ്പേഴ്സ് ഒക്കെ അടിപൊളി. എന്തായാലും ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് മൊത്തത്തിലാ പറഞ്ഞേക്കണേ. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പറയാനുള്ള ടൈം നമുക്ക് ഇവിടെ ഇല്ല. എന്തായാലും ഇത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പല ലൊക്കേഷനിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിനെ നമുക്ക് പല പല ആളുകൾ നമ്മുടെ ഈ ക്രൂവിലുണ്ടാവും. ചിലർ ഭയങ്കരമായിട്ട് പാട്ട് പാടി തരുന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ ആരെങ്കിലും മറക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു വ്യത്യസ്തമായ സ്വഭാവമുള്ള ആരെങ്കിലും? അത് എല്ലാ സ്ഥലത്തും ഉണ്ടോ? എല്ലായിടത്തും ഉണ്ടോ? നമ്മള് ഒന്നാമത്തെ കേസ് ഒരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആരെങ്കിലും ക്യാച്ച് ചെയ്തിടും. അപ്പൊ അവനെ ക്യാച്ച് ചെയ്യുമ്പോൾ പിന്നെ പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്തും പുള്ളിയുടെ കോമഡി ഒക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ സമയം കളയണേ. ബോറടിക്കൂലേ എപ്പോഴും അങ്ങനെ? നമ്മുടെ ഈ സെറ്റിൽ ഇവരൊക്കെ പാട്ടുകാരാ. വിനയനായാലും പുള്ളിയുടെ ചേട്ടൻ പ്രേമും ഗായത്രി എല്ലാരും പാട്ട് പാടും, ശ്രുതിയും പാടും. വലിയ പാട്ട് പെട്ടി മൈക്കൊക്കെ ഇട്ടിരിക്കണം അവിടെ. ആക്ഷൻ ടൈമിലൊക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കും. അതാണ് ഞാൻ ഒരു 17 ദിവസം ഞങ്ങൾ പോയത് അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. ഒരു മെയിൻ ലൊക്കേഷൻ ഒരു വീട്, ഒരു പോലീസ് സ്റ്റേഷൻ, ഇത് തന്നെയായിരുന്നു. 2 ലൊക്കേഷനിലാണ് മൊത്തത്തില്. അപ്പൊ ഈ നേരം പോവാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. പിന്നെ നമുക്ക് ഒരുപാട് യാത്രകളുള്ളൂ, എല്ലാവരും സ്ഥിരം ഒരു സ്ഥലത്ത് തന്നെ കാണുകയല്ലേ. ഓക്കെ, ഈ എപ്പോഴെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഈ ക്യാരക്ടറിനെ ഓപ്പോസിറ്റ് കാണുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പേടി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനൊരു ഹൊറർ സാധനം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ എൻ്റെ കൂടെ കൂടും, അങ്ങനെ എന്തെങ്കിലും ഒരു പേടി? വീട്ടിലൊരു ഫീൽ ഉണ്ടായല്ലേ? വീട്ടിൽ ആദ്യം മുതലേ നമ്മൾ ഷൂട്ട് ചെയ്ത് വീട്ടിലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് എനർജി നമുക്ക് അവിടെ മുതലേ ഉണ്ടായിരുന്നു. ആ തുടക്കം നമ്മൾ ഈ വീട് ലൊക്കേഷൻ കാണുമ്പോൾ മുതൽ പക്ഷെ എന്നാൽ അത് വലിയ ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ള വീടൊന്നും അല്ല. അങ്ങനെ തോന്നാത്ത സിറ്റിക്കകത്താണ് കൂടുതൽ വീടുകൾ തിങ്ങി പറക്കുന്നതിന്റെ ഇടയിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്തോ സംഭവം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും കൂടെ പോന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ പൊതുവേ ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങി പോവാറില്ല. എന്ന് പറഞ്ഞാൽ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ അല്ലേ പിന്നെ പോവില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ കുറച്ചുകൂടി പെട്ടെന്ന് എനിക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരൊറ്റ കാര്യം കൂടി, തൃശ്ശൂരുകാരെ കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ തൃശ്ശൂർ, എന്റെ നാട് തൃശ്ശൂരാണ്. ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പാങ്ങ് പവർട്ടി ഒക്കെയാണ്. ചെറുപ്പം മുതലേ എറണാകുളത്താണെന്നുള്ളൂ, പക്ഷെ നാട് അതാ. അപ്പം നമ്മൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു നടി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എടുത്ത് പറയുന്ന തൃശ്ശൂരുകാരി പെൺകുട്ടിയല്ലേ എന്ന് പറയുന്നത്. തൃശ്ശൂരിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തൃശ്ശൂരെ കുറിച്ച് പറയാനുള്ളത്, തൃശ്ശൂർ ഭയങ്കര താമസിക്കാൻ രസമുള്ള ഒരു സമാധാനമുള്ള സ്ഥലമായിട്ട്, ഭയങ്കര സെലിബ്രേഷൻസ് ആണ്, പക്ഷെ എന്നാലും താമസിക്കാൻ വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. പിന്നെ കുറച്ചുകൂടി ചെറിയ സ്ഥലമാണല്ലോ. പിന്നെ ഇപ്പൊ കുറെ കഫേ കൾച്ചർ ഒക്കെ വന്നു, ആൾക്കാരൊക്കെ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയി തുടങ്ങി. പെൺകുട്ടികളൊക്കെ രാത്രി ഭയങ്കര രാത്രിയൊക്കെ പിന്നെ ഈ ആഘോഷങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാം അങ്ങ് ആഘോഷം തന്നെയല്ലേ. ചെറിയൊരു അമ്പലമാണെങ്കിൽ അവിടുത്തെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പള്ളിയിലെ പെരുന്നാൾ തീരുന്നില്ല. അവിടെ നിൽക്കുമ്പോൾ കാണാം ഓരോ വണ്ടികൾ നാടകം, ഗാനമുള്ള വണ്ടി, ഇത് കാവടി ഒക്കെ ഇങ്ങനെ പോകണം.
അപ്പോൾ എന്തായാലും എല്ലാ ആഘോഷങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണ്. എന്തായാലും അവസാനം ഇപ്പം നമ്മുടെ തയ്യൽ മെഷീനിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ പടം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നും ആളുകൾക്ക് ഓർമ്മിക്കാനും ഇതിൽ അങ്ങനത്തെ കുറേ മൊമെൻറ്റുകൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഈ പടം ഒരു എന്താ പറയുക ഒരു മാർക്കായിട്ടിരിക്കട്ടെ, അതിൽ നിന്ന് കിട്ടിയതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകളും എല്ലാം ഇനി ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഈ ടീമിന് മൊത്തത്തിൽ ഒരുപാട് ആശംസകളായിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.